തെക്കൻ കുറ്റൂർ വിലങ്ങൽ റോഡിൽ വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ഉപയോഗിക്കുന്ന വഴിയിലാണ് ലൈൻ താഴ്ന്ന നിലയിൽ കിടക്കുന്നത്. പ്രദേശത്ത് ഏകദേശം 75 മീറ്ററിലേറെ ദൂരത്തിലാണ് 2 പോസ്റ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇക്കാരണത്താലാണ് വൈദ്യുതി ലൈൻ താഴ്ന്നു നിൽക്കുന്നത്. വിഷയം അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തിയിരുന്നു. 2 പോസ്റ്റുകൾക്കിടയിൽ ഒരു പോസ്റ്റ് സ്ഥാപിക്കാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും 2 മാസം പിന്നിട്ടിട്ടും നടപടി എങ്ങും എത്തിയില്ല. ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ അധികൃതരുടെ ഈ അലംഭാവം കൊണ്ടെത്തിക്കുക വലിയ അപകടത്തിലേക്ക് ആയിരിക്കുമെന്ന് യൂത്ത് ലീഗ് തലക്കാട് പഞ്ചായത്ത് അധ്യക്ഷൻ കെ അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരുപാട് വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന വഴിയാണിത്. ആ വഴിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ വാട്ടർ അതോറിറ്റിന്റെ JCB മണ്ണ് കയറുമ്പോൾ അത് ഇതിമ്മ ടച്ചായിട്ട് ആ ഡ്രൈവർ ഇറങ്ങി ഓടിയതാണ്. അത്രയും അപകടാവസ്ഥയിലാണ് ഈ ലൈൻ കമ്പി. ഒരു 10 അടി പോലും ഉയരത്തിലല്ല ഇത് നിൽക്കുന്നത്. ഏകദേശം 75 മീറ്ററോളം അകലത്തില്, 75 മീറ്ററിലധികം അകലത്തിലാണ് 2 പോസ്റ്റുകൾ നിൽക്കുന്നത്. അപ്പൊ ഇത് KSEB ഇവിടെ വന്ന് അളവെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്, അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക്, കുട്ടികൾക്കൊക്കെ സംഭവിക്കും. മരത്തിലും താഴ്ന്നു നിൽക്കുന്ന ചെറിയ ചെടികളിൽ ഒക്കെ തട്ടി നിൽക്കുന്ന ഒരു 10 അടിയോളം ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാണ്. അതിന് KSEBയിലടക്കം പരാതിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നടപടികൾ വേഗത്തിലാക്കാനുള്ളത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അധികൃതർ ചെയ്യണം. വലിയൊരു അപകടം ഉണ്ടായതിന്റെ ശേഷം നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ന്യൂസ് ബ്യൂറോ, തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.